സംഘത്തെ കണ്ടുമുട്ടുന്നു. അവര് സ്ഥിരമായി ബൈറ്റ് പറയുന്നവരാണെന്നാ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ബൈറ്റ് പറയുന്നവരല്ല. മിക്കവാറും എന്തെങ്കിലും ട്രിവാൻഡ്രത്ത് നടക്കുന്ന പൾസ് ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ എന്തുവാ നിങ്ങൾ സംസാരിക്കുന്നത്? സാധാരണ എല്ലാ കാര്യങ്ങളും സംസാരിക്കും. ഇപ്പൊ പറയാൻ പറ്റുന്ന ഇപ്പോഴത്തെ പ്രസന്റ് മിനിസ്ട്രി മാറ്റമാണ്. പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ റോഡിൽ കൂടെ സമാധാനപരമായിട്ട് പോകാന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ നിങ്ങൾ സ്ത്രീകൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഫ്രീ യാത്രയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വണ്ടിക്കറി ഇരുന്നോ? ടിക്കറ്റ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കും. പൈസ വേണ്ട ഇനി വണ്ടിക്കാർ. അതാണ് ഞങ്ങളിപ്പം പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഐഡിയ കൊള്ളാല്ലേ? നല്ല ഐഡിയ. യാത്ര ബസ്സിലേക്ക് മാറ്റുമോ? അങ്ങനെയില്ല, എന്നാലും നല്ല ഐഡിയ ആണല്ലോ. തീരുമാനിച്ചു ഇവരെല്ലാം ബസ് വിട്ടിട്ട് ഞങ്ങള് ആ തീരുമാനം എങ്ങനെയുണ്ട്? നല്ലതാണ്, സ്ത്രീകളെ സംബന്ധിച്ചുള്ള നല്ലതാണ്. വിമാനത്തിലൂടെ വന്നിട്ട് നന്നായിരുന്നു അല്ലേ? ഓക്കെ, വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നു. ഒത്തിരി ബാക്കിലോട്ട് ഒതുങ്ങി നിൽക്കുക. എന്താ പറ്റി? നേരത്തെ വല്ല ചാലും നടത്തിയിരുന്നു? അപ്പൊ തീരുമാനം വലിയ സന്തോഷമാണ്, നല്ല ശുഭ നടപ്പാക്കുകയും ചെയ്തു. അതെ 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 അതെ. മുൻമന്ത്രി പറഞ്ഞേക്കെന്നറിയോ? കുട്ടിച്ചോറാവുമെന്നാ പറഞ്ഞു. അവർ വല്ലതും പറയും, അതിൽ കാര്യമൊന്നുമില്ല. ഇവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, അവർ ചെയ്യും. പൈസ കണ്ടെത്തിക്കോളും. അങ്ങനെയാണ് ഇവര് പറഞ്ഞേക്കുന്നത്. KSRTCക്ക് അവർ ധനസഹായം ചെയ്യും. അത് തന്നെ സാറേ, ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ എവിടുന്നാ ശരിക്കും? ഞങ്ങൾ ട്രിവാൻഡ്രം തന്നെ. തിരുവനന്തപുരത്താ? അതെ, ട്രിവാൻഡ്രം. പക്ഷെ നിങ്ങൾക്കൊരു തിരുവനന്തപുരം ഭാഷയില്ലല്ലോ. എല്ലാവരും നല്ല ഭാഷയുള്ളവരാണ്. ട്രിവാൻഡ്രം ഭാഷ വളരെ നല്ല ഭാഷ തന്നെയാണ്. എന്താ റാപ്പി എന്നൊക്കെ ഈ സുരാജ് ബഞ്ചാറുമ്പോൾ പറഞ്ഞു. അതൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നത്. എന്തരെണ്ണ വെള്ളങ്ങളൊക്കെ കുടിച്ചാ? തിരുവനന്തപുരത്തിനെ കളിയാക്കുന്നതേ ഇല്ലേ? ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ബസ്സിൽ പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അല്ലാതെ പോകാമല്ലോ എന്നുള്ളതാണ്. ഇത് തമിഴ്നാടാണ്, വേറെ ഭാഷയാണ്. ഊരെങ്കെ അല്ല, തമിഴ് അറിയില്ല, മലയാളം. തമിഴ്നാട്ടിൽ എവിടെയാ? നെയ്യൂര്. വലിയ മുഖ്യമന്ത്രി ഇല്ലേ, വിജയല്ലേ? അതെ അതെ. സി ജോസഫ് വിജയ്. അതെ, ജോസഫ് വിജയ്. വോട്ട് ചെയ്തോ? ഇല്ല, എനിക്ക് ഇവിടെ ഇല്ലേ വോട്ട്. കല്യാണം കഴിഞ്ഞു വന്ന എവിടെയാ കഴിച്ചേ? അതെയോ? അങ്ങ് പറഞ്ഞപ്പം വേറെ ആരുടെ കാര്യം? അല്ല, കേരളത്തിൽ നിന്ന് കണ്ടപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും നന്നായി. അപ്പൊ നിങ്ങളെ ബസ് വെച്ച് കാണാം. നമ്മൾ ടിക്കറ്റ് എടുത്തും അല്ല, നമ്മൾ ടിക്കറ്റ് എടുത്തും നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെയും. പക്ഷേ അവിടെ കാണാമെന്ന് ഷൈൻ ചെയ്താണല്ലോ നമ്മൾ ടിക്കറ്റ് എടുത്ത് നടക്കുന്നവര്. മ്യൂസിയത്തിൽ നിന്ന് കണ്ടവരാണെന്ന് പറയും. രാത്രി UC പോവുകയാണ്. അമേരിക്കയിൽ എന്തു? മക്കളുടെ അടുത്ത് പോകുന്നു. അവിടെയാണോ മക്കള്? അതെ അതെ. മൂത്ത മോന് അവിടെ. മോന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പൊ കുട്ടികളെയൊക്കെ നോക്കാൻ പോകുന്നു. അമ്മമാരുടെ കാര്യം അല്ലേ? അമ്മമാരുടെ കാര്യം. അതെ 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 അതെ. എന്ന് തിരിച്ചു വരും? നമ്മൾ ഇനി കാണണമല്ലോ. 2 മാസത്തിനകം തിരിച്ചു വരും. കൂടെ അപ്പൂപ്പനും ഉണ്ടോ? അപ്പൂപ്പനും വിഷമമുണ്ട് കേട്ടോ. ഇപ്പൊ വീഡിയോ കോളൊക്കെ ഉണ്ട്. അപ്പൂപ്പനും ഉണ്ട്. എവിടെയത്? യൂട്ടാ, സാൾട്ട് ലേക്ക് സിറ്റി. കുറെ കാലമായോ അവരവിടെ പോയിട്ട്? 12 വർഷമായി. 2 കുട്ടികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 കുട്ടികൾ. അപ്പൊ ബാക്കിയുള്ള 2 പേര് എവിടെയാ? അല്ല, എനിക്ക് കൊച്ചുകുട്ടികൾ 3 പേര്. 3 കുട്ടികളെ നോക്കാനുള്ള ബാധ്യത ഉണ്ട്. അപ്പൊ അയലത്തുനിന്ന് ഒരാളോട് ഒപ്പിക്കേണ്ടി വരുമല്ലോ. ഞങ്ങൾക്ക് ഫുൾ ടൈം ജോലിയായിരിക്കും. നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും കാണാം അല്ലേ? ബസ് ഫ്രീ ആക്കിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നുണ്ട്. 1.5 മാസം കഴിഞ്ഞ് വരാമെന്ന് പറയാം. അപ്പോൾ സന്തോഷം കേട്ടോ. അമേരിക്ക പോയി നമ്മുടെ മക്കളോടൊക്കെ അന്വേഷണം പറഞ്ഞേക്കുക. 24 ഒക്കെ ഇടയ്ക്ക് നോക്കിക്കൊള്ളുക. അമേരിക്കയിലുണ്ട് നമ്മുടെ ആൾക്കാർ. അവിടെ ഒരു അപകടകാരിയുണ്ട്, മധു കൊട്ടാരക്കര. ഓക്കെ, റെഡി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.